ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 9 ചാപ്റ്റർ 8 സർക്കിൾ മെഷേഴ്സ്, വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 164 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. Parts of circle are drawn within a square like this. Prove that the area of the blue region is half the area of the square. ഒരു സമചതുരത്തിനുള്ളിൽ ചുവടെ കാണുന്നത് പോലെ വൃത്തഭാഗങ്ങൾ വരയ്ക്കുന്നു. ചിത്രത്തിലെ നീല നിറം കൊടുത്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് സമചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. സി, ഞാനിവിടെ ഒരു ലൈനും കൂടി വരച്ചു കേട്ടോ. അതായത് ഈ രണ്ട് എൻഡുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഞാനൊരു ലൈനും കൂടി വരച്ചു. ദെൻ സ്ക്വയറിൻ്റെ ഒരു സൈഡിന് ഞാൻ 2a എന്ന് കൊടുത്തു. സോ സർക്കിൾ ഇവിടെ 90 ഡിഗ്രി സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് a എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിത്രത്തിൽ അടയാളപ്പെടുത്തി കേട്ടോ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ്, ഏരിയ ഓഫ് ദ സ്ക്വയർ, സമചതുരത്തിൻ്റെ പരപ്പളവ് a സ്ക്വയർ ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്തിൻ്റെ നീളം, അത് 2a ആണ്. അപ്പോൾ 2a സ്ക്വയർ എന്ന് വരും. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. എന്റെ സ്ക്വയർ എന്താ? a സ്ക്വയർ ആണ്. സോ 4a സ്ക്വയർ. ഇനി സമചതുരത്തിന്റെ പകുതി വേണം. കാരണം നമുക്ക് തെളിയിക്കാനുള്ളത് സമചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണെന്നാണ് തെളിയിക്കേണ്ടത്. ഹാഫ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്നാണ്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ 4a സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയറിന്റെ പകുതി, ഹാഫ് ഓഫ് സ്ക്വയർ എന്തായിരിക്കും? 4a സ്ക്വയറിന്റെ പകുതി. 4ന്റെ പകുതി 2. സോ അതായത് 4a സ്ക്വയറിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 4/2 2a സ്ക്വയർ. ഇനി ഈ നീല ഭാഗത്തിന്റെ ഏരിയയും നമുക്ക് എന്തായിട്ട് കിട്ടണം? 2a സ്ക്വയർ ആയിട്ട് കിട്ടണം. അതാണ് ഇനി നമ്മളുടെ ടാസ്ക്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ശരിക്കും ശ്രദ്ധിച്ചോണേ. ഏരിയ ഓഫ് സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. ഏതാണ് ഈ അർദ്ധവൃത്തം? ഞാൻ ഈ അടയാളപ്പെടുത്തുന്നതാണ് സെമി സർക്കിള് അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറയുന്നത്. അല്ലെ, സ്ക്വയറിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ സെന്ററിലൂടെ നമുക്കൊരു സെമി സർക്കിൾ ഫോണുണ്ട്. അതിനാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് അവിടെ ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം നമുക്ക് കിട്ടി. ഈ അർദ്ധവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ പകുതിയാണ്. എന്താണ്? വൃത്തത്തിന്റെ പകുതിയാണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്താണോ അതിന്റെ പകുതിയാണ് അർദ്ധവൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ഏരിയ ഓഫ് സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് πr²/2. റേഡിയസ് എന്ന് പറയുന്നത് a ആണ്. അപ്പൊ πa²/2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഏരിയ ഓഫ് ദ റിമൈനിങ് പാർട്ട്, ബാക്കി വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എന്നാണ് പറയുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്താ ഞാൻ പറഞ്ഞുതരാം. ഇത് അർദ്ധവൃത്തം. ഇനി ഈ നീലഭാഗത്തിന്റെ ഏരിയയും കൂടി കാണണം. അതെന്ന് പറയുന്നത് നോക്കിയാ സമചതുരത്തിന്റെ പകുതിയിൽ നിന്നും ശ്രദ്ധിച്ചോണേ, സമചതുരത്തിന്റെ പകുതി, ഇതിന്റെ മുകളിലോട്ട് ഒരു ഹാഫും താഴത്തേക്ക് ഒരു ഹാഫും ആണല്ലോ. അതിന്റെ പകുതിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 90 ഡിഗ്രി വന്നാൽ അത് സർക്കിളിന്റെ 1/4 അഥവാ കാൽഭാഗം. 2 കാൽഭാഗങ്ങൾ ചേരുമ്പോൾ അത് സർക്കിളിന്റെ പകുതി ആകൂലേ? 2 കാൽഭാഗങ്ങൾ ചേരുമ്പോൾ അത് സർക്കിളിന്റെ പകുതിയാകൂലേ? അപ്പോ സമചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും ആരെ മൈനസ് ചെയ്താൽ മതി? അർദ്ധവൃത്തത്തിന്റെ, അഥവാ 2 കാൽഭാഗങ്ങളാണ് ഇവിടുന്ന് പോകേണ്ടത്. ഇത് സമചതുരത്തിന്റെ പകുതിയാണ് താഴെ വരെ. ആ സമചതുരത്തിന്റെ പകുതിയിൽ നിന്ന് ഈ ഭാഗവും മൈനസ് ചെയ്യണം. അഥവാ സർക്കിളിന്റെ 2/4 ഭാഗങ്ങൾ മൈനസ് ചെയ്യണം. അഥവാ 2 കാൽഭാഗങ്ങൾ മൈനസ് ചെയ്യണം. അഥവാ 2 90 ഡിഗ്രി ചേരുമ്പോൾ അത് 180 ഡിഗ്രി, അഥവാ സർക്കിളിന്റെ പകുതി മൈനസ് ചെയ്യണം. ഓക്കെ. അപ്പൊ സമചതുരത്തിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a സ്ക്വയർ ആണ്. ആ 2a സ്ക്വയറിന്ന് അർദ്ധവൃത്തത്തിന്റെ പകുതിയായ πa²/2 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതാണ് റിമൈനിങ് പാർട്ടിന്റെ ഏരിയ എന്നാണ്. ഇനി നമുക്ക് ഈ ബ്ലൂ റീജിയന്റെ ഏരിയ കാണാലോ. ബ്ലൂ റീജിയൻ അഥവാ നീലഭാഗത്തിന്റെ പരപ്പളവ് പറയുന്നത് അർദ്ധവൃത്തത്തിന്റെ പരപ്പളവും ഈ റിമൈനിങ് പാർട്ടിന്റെ പരപ്പളവും കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഏരിയ ഓഫ് ബ്ലൂ, നീലഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് പ്ലസ് ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട്, ബാക്കി വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ്. അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് πa²/2 ആണ്. അതിന്റെ കൂടെ
2a² മൈനസ് ബാക്കി വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് ഇതാണല്ലോ 2a² മൈനസ് പൈ a²/2 കൂടി എന്ത് ചെയ്യണം കൂട്ടണം. അപ്പൊ നോക്കിയേ πa²/2 മൈനസ് πa²/2 ഇത് രണ്ടും എന്തായി പോവും ക്യാൻസൽ ആയി പോവും. ബാക്കി ആരാ ഉള്ളത് 2a². എന്താ 2a²? സമചതുരത്തിന്റെ പകുതി, ഹാഫ് ഓഫ് സ്ക്വയർ. ഓക്കെ, അപ്പോ ബ്ലൂ ഭാഗത്തിന്റെ നീല ഭാഗത്തിന്റെ പരപ്പളവാണ് നമ്മൾ തുടങ്ങിയത്. ഏരിയ ഓഫ് ബ്ലൂ നീല ഭാഗത്തിന്റെ പരപ്പളവ് എന്ത് കിട്ടി ഹാഫ് ഓഫ് സ്ക്വയർ സമചതുരത്തിന്റെ പരപ്പളവ്. ഇതല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞേ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ചിത്രം കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊന്നും ചിന്തിക്കേണ്ട, സംഭവം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.